നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 11 ചൊവ്വാഴ്ചയാണ്. ഏവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ഇന്ന് എൻ്റെ ഹെൽത്ത് വൈസിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ സംസാരിക്കുമ്പോൾ വളരെ സ്ട്രെയിൻ എടുത്തിട്ടാണ് സംസാരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വളരെ കുറച്ച് കണ്ടൻസ് മാത്രമാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇന്ത്യൻ വിപണിയിൽ നിന്ന് ആരംഭിക്കാം. 3 ദിവസത്തെ തുടർച്ചയായിട്ടുള്ള നഷ്ടങ്ങൾക്ക് ശേഷം ഇന്ത്യൻ വിപണികൾ തിരിച്ചു കയറി. IT, ഫാർമ ഓഹരികളാണ് ഇന്നലത്തെ റാലിക്ക് നേതൃത്വം നൽകിയത്. ബാങ്കിങ് ഓഹരികളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. US ഗവൺമെൻറ്റിൻ്റെ അടച്ചുപൂട്ടൽ പരിഹാരവും ശക്തമായ കോർപ്പറേറ്റ് ഫലങ്ങളും പ്രതീക്ഷിക്കുന്നതിനാൽ വിപണി മെച്ചപ്പെട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കൂടി ഇന്നലെ ഉണ്ടായത്, ഗോൾഡ്മാൻ സാച്ചസ് ഇന്ത്യയുടെ എമർജിംഗ് മാർക്കറ്റിലും ഏഷ്യയിലെ ഓവർവെയ്റ്റായി ഉയർത്തുകയുണ്ടായി. 2026 അവസാനത്തോടെ നിഫ്റ്റി ഏകദേശം 29,000 ലെവൽ എത്തും. അതായത് ഇപ്പോഴത്തെ നിലയിൽ നിന്ന് ഏകദേശം 14% ഉയരും എന്നുള്ള ഒരു നിഗമനത്തിൽ ഗോൾഡ്മാൻ സാച്ചസ് എത്തുകയുണ്ടായി. പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു അതും. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ 50% കോപ്പർ താരിഫ്, പരസ്പര താരിഫ് ചുമത്താൻ ഇന്ത്യക്ക് നിയമപരമായി അടിസ്ഥാനമില്ലെന്ന് US പറയുകയുണ്ടായി. ഇന്ത്യക്കെതിരായ ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണത്. മറ്റൊരു വാർത്തയുള്ളത്, മൊഹാലി മിസ്ട്രിയുടെ രാജിക്ക് ശേഷം ടാറ്റ ട്രസ്റ്റ് ബോർഡ് ഇന്ന് യോഗം ചേരും. അദ്ദേഹത്തിൻ്റെ എക്സിറ്റ് ലെറ്റർ അംഗീകരിക്കുകയും മാധ്യമ ഊഹാപോഹങ്ങൾക്ക് മറുപടി നൽകുകയും ടാറ്റ ട്രസ്റ്റ് ചെയ്യും. അടുത്തതായി ഷുഗർ സെക്ടറുമായി ബന്ധപ്പെട്ട പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. 2025-26 സീസണിൽ 1.5 ദശലക്ഷം ടൺ പഞ്ചസാര കയറ്റുമതി അനുവദിക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. ആഗോള പഞ്ചസാര വില ഉയർന്നാൽ മാത്രമേ കയറ്റുമതി ലാഭകരമാകൂ. കാരണം ആഗോള നിരക്കുകൾ നിലവിൽ ആഭ്യന്തര നിരക്കുകളേക്കാൾ താഴെയാണ്. പഞ്ചസാര ഉൽപ്പാദനം 16% വർദ്ധിച്ച് 34.35 മെട്രിക് ടണ്ണായി ഉയരാൻ സാധ്യതയുണ്ട്. ഇത് വിതരണത്തിലെ അമിത വർധനവിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു. ഏതായാലും ഈ ഒരു പോസിറ്റീവ് വാർത്തയെ തുടർന്ന് ഇന്നലെ പഞ്ചസാര സ്റ്റോക്കുകൾ, ഷുഗർ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ ഉയരുകയുണ്ടായി. ബൽറാംപൂർ ചിനി മിൽസ് 6.5% ഉയർന്നു. ത്രിവേണി എഞ്ചിനീയറിംഗ് 1% മുകളിൽ. ശ്രീ രേണുക ഷുഗേഴ്സ് 3% എന്നിങ്ങനെയാണ് നേട്ടമുണ്ടാക്കിയത്. ആഗോള വിലകൾ തുല്യമായി കഴിഞ്ഞാൽ കയറ്റുമതി വർദ്ധിക്കും എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഇന്നലെ സ്റ്റോക്കുകൾ നേട്ടമുണ്ടാക്കിയത്. ഇനി ഇപ്പോഴത്തെ വിപണികളുടെ ഒരവസ്ഥയൊക്കെ നമുക്ക് നോക്കാം. അതിന് മുന്നേയായി ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ വളരെ ശക്തമായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. S&P 500 1.5% നേട്ടത്തിലും, നാസ്ഡാക്ക് 2.27% നേട്ടത്തിലും, ഡൗ ജോൺസ് 0.81% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. US മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ US-ൻ്റെ ഷട്ട് ഡൗൺ ഈ ആഴ്ച തീരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതാണ് ഇപ്പോൾ ഈ ഒരു കുതിപ്പിന് കാരണമാവുന്നത്. മറ്റ് ഏഷ്യൻ വിപണികളിലേക്ക് വന്നാൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി തന്നെ നോക്കാം. ഏകദേശം 20 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ നിലവെച്ച് സാധ്യതയുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 25,718 എന്ന നിലയിലാണ്. US മാർക്കറ്റിനൊപ്പം യൂറോപ്യൻ മാർക്കറ്റുകളും വളരെ നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 1% മുകളിലും, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 1.5% മുകളിലും, CAC 1.3% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.48% നേട്ടത്തിൽ, ഹോങ്കോങ് മാർക്കറ്റ് 0.28% നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റ് 0.79% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 2% നല്ല നേട്ടത്തിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഇനി ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 90,800 രൂപയാണ്. സ്പോട്ട് ഗോൾഡ് $4,000 മുകളിലായിട്ട് ട്രേഡ് ചെയ്യുന്നു. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിനിൽ ചെറിയ ഒരു റിക്കവറി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. $1,06,000 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക് വന്നാൽ ഇന്നലെ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 0.68% ഉയർന്നപ്പോൾ WTI 0.64% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇനി FIDI ആക്ടിവിറ്റി നോക്കാം. FIS ഇന്നലെ 4,115 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തിരിക്കുന്നത്. സെല്ലിംഗ് അവർ കൂട്ടി കൊണ്ടുവരുന്നു എന്ന് തന്നെയാണ് ഈ ഡാറ്റ കാണിക്കുന്നത്. DIS ആവട്ടെ 5,805 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 55% ഡിസ്കൗണ്ടോട് കൂടി വെറും 1,299 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 25,574 82 പോയിൻറ്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിൽ നിന്നും സപ്പോർട്ട് എടുത്തതിന് ശേഷം നിഫ്റ്റിയിൽ ഒരു റിവേഴ്സൽ വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ചത്തെ ക്യാൻഡലിന് മുകളിലായിട്ടാണ് ഒരു ക്ലോസിംഗ് വെച്ചിട്ടുള്ളത് എന്നതും ഒരു നല്ല
കാര്യം തന്നെയാണ്. ഇനി ഈ റെസിസ്റ്റൻസ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നറിയാൻ ഇന്നലെ 3 തവണ ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി ഡൗൺ ആയിരിക്കുന്നത്. അതായത് അപ്സൈഡിൽ ഈ ഒരു സോൺ വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. ഒരു കൺസോൾട്ടേഷനുള്ള സാധ്യതകളാണ് ഈ ഏരിയയിൽ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപക്ഷെ സാധ്യതയുള്ളത്. ഇന്നലെ ക്ലോസിംഗ് ബേസിസിൽ 10 ഡേ 20 ഡേ EMAകൾ ടച്ച് ചെയ്തെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ തിരിച്ചിറങ്ങുന്നതാണ് കണ്ടത്. ഏതായാലും തിങ്കളാഴ്ചത്തെ ഹൈ ആയിട്ടുള്ള 25,650 വളരെ പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ്. ഇത് ക്രോസ് ചെയ്ത് 25,700 800 സോണിനുള്ളിലായിട്ട് ക്ലോസിംഗ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു പോസിറ്റിവിറ്റി ആയിട്ട് നമുക്ക് കാണാം. 25,300 ഒരു കീ സപ്പോർട്ട് ഏരിയ ആവാനും സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 57,937 61 പോയിൻറ്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 57,136 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണാണ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. കൃത്യമായി തന്നെ അവിടെ നിന്നാണ് നമുക്കൊരു റിവേഴ്സൽ ലഭിച്ചത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നലത്തെ ക്യാൻഡിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരു ചെറിയ ക്യാൻഡിലായിരുന്നു ഫോം ആയിട്ടുള്ളത്. പക്ഷേ ഹയർ ലെവലിൽ ഒരു സെല്ലിംഗ് പ്രഷർ കാണിക്കുന്ന ഒരു ക്യാൻഡിൽ തന്നെയായിരുന്നു ഇത്. അപ്സൈഡിലേക്ക് പോകുമ്പോൾ 58,100 മുതൽ 58,200 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യതയുണ്ട്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 57,600 മുതൽ 57,500 വരെയുള്ളത് ഒരു സപ്പോർട്ട് സോൺ ആവാനും സാധ്യതയുണ്ട്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.